ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് വന്നിരിക്കുന്നത് വീണ്ടും ഫ്രീ ഫയർ ഇടാനാണ്. ഇതിനകത്ത് ഫ്രീ ഫയർ മാത്രം ഇടാമെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ ചിലപ്പോൾ മാറ്റും, അതിപ്പോൾ ഒന്നും തീരുമാനിക്കാൻ പറ്റില്ല. അപ്പം എന്തായാലും എൻ്റെ പുതിയ വീട്ടിലോട്ട് വന്നായിരിക്കും എല്ലാവർക്കും സ്വാഗതം. ഞാൻ കുറേ നാളായിട്ടൊന്നും വീടിട്ടില്ലായിരുന്നു, അതുകൊണ്ടാണ് ഇപ്പം എനിക്ക് തന്നെ. ഞാൻ നേരത്തെ കുറച്ച് വീഡിയോ കഴിഞ്ഞ് പോയായിരുന്നു. 2 വീഡിയോ ഉണ്ട്, അതൊക്കെ ഞാൻ ഇട്ടോളാം വന്നവർക്ക്. ഇപ്പം എന്തായാലും നമുക്ക് കളിക്കാം. ഇപ്പം ഞാൻ ഹീറോയ്ക്ക് അടിക്കാറായിട്ടുണ്ട്. നമ്മളെന്തായാലും ഒരു വീഡിയോയിൽ 2 കളിയല്ലേ കളിക്കുന്നത്. 2 സ്റ്റാർ കളിക്കുമ്പോൾ നമുക്ക് ഹീറോയ്ക്ക് അടിക്കാം. അപ്പം കാണുന്ന എല്ലാവരും ലൈക്കും സബ്ബൊക്കെ അടിക്കുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. Free Fire India is set in virtual. നമ്മൾ ഹീറോയ്ക്ക് അടിക്കില്ലേ, ചിലപ്പോൾ ഈ വീഡിയോയിൽ അടിക്കും, അല്ലെങ്കിൽ അടുത്ത ചിലപ്പോൾ വീഡിയോയിലായിരിക്കില്ല കിട്ടും. പല കാര്യങ്ങളും എന്നെ അങ്ങനെ കൊന്നേന്ന് കണ്ടിട്ട് വരും. എല്ലാം നല്ലായിരുന്നു. അടിക്കൊന്നും ഒരു നിങ്ങൾ എത്ര പേര് എൻ്റെ ഈ വീഡിയോ കാണുന്ന ഫ്രീ ഫയർ കളിക്കുന്നുണ്ടെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക. എല്ലാവരും ഫ്രീ ഫയർ കളിക്കുന്നവർ തീയുടെ പിന്നിട്ടാൽ മതി. കളിക്കുന്നില്ലെങ്കിൽ തംസപ്പ് എടുത്താൽ മതി. മിക്കവാറും കളിക്കുന്നവർ മാത്രം എൻ്റെ വീഡിയോ ചിലപ്പോൾ കാണത്തുള്ളൂ. നമ്മൾ ഒരു കട്ടും ഒരു എഡിറ്റും ചെയ്യൂല ഗൈസ്. എല്ലാം നോർമൽ വീഡിയോ കിട്ടുന്നു, ഇടുന്നു, ടപ്പേ ഞമ്മക്കൊരു സെക്കൻഡ് ആകുന്നുണ്ട്, ഞമ്മളത് കൊടുക്കും. പിന്നെ ആരാ എഡിറ്റ് ചെയ്തിട്ട് ഗൈസ് എൻ്റെ പറയുന്നല്ല മുമ്പിൽ നിന്ന് കണ്ടില്ല ക്ലീന് ഗൈസ്. നമ്മൾ ഈ റൗണ്ട് ഇടക്കുമായിരിക്കും ചിലപ്പോൾ. ഭയങ്കര പാടാ ഹീറോയ്ക്ക് അടിക്കാൻ പോകുമ്പോൾ. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ടീംസൊക്കെ ഇട്ട് ഒന്ന് അടിക്കാം. പക്ഷേ നമ്മളെങ്ങനെയാണോ, പറ്റിയില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം വരാൻ കേട്ടോ. പറ്റിയില്ലെങ്കിൽ നമ്മുടെ ടീമായിട്ട് വരും നമ്മൾ ഹീറോയ്ക്ക് അടിക്കാം. പറ്റിയില്ലെങ്കിൽ നമ്മുടെ ടീംസായിട്ട് നമ്മൾ വരും കേട്ടോ. എന്തായാലും ഒരു സ്റ്റാറെങ്കിലും കൂട്ടും. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖം. ഒരു കാര്യം ഉണ്ടായിരുന്നില്ല, ഫുള്ള് കയറാണ്ട് പോയി. കളി എന്തായാലും എൻ്റെ കൊണ്ടൊക്കെ വരും. കളി എന്തായാലും കയ്യിന്ന് പോയി കളി. അല്ലെങ്കിൽ ഇങ്ങനെയാണ്, ഹീറോയ്ക്ക് അടിക്കണ മുമ്പുള്ള ഒരു സ്റ്റാർ കയ്യിന്ന് പോയി. എനിക്കൊരു ഡൗട്ട് ഉണ്ട്, ഇവന്മാരൊക്കെ ടീമായിട്ടാണ് കളിക്കുന്നത്. കളി കണ്ടിട്ട് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നു, എല്ലാം കൂടി ഒരുമിച്ച് കയറി വരുന്നു. സസ്പീഷ്യസ് ആയിട്ട് എനിക്ക് തോന്നുന്നു. ഇപ്പോഴും കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് സബ്ബൊക്കെ അടിക്കുക. എൻ്റെ മറ്റേ ചാനലിൽ നമുക്ക് 100 സബ് അടിക്കണം എല്ലാവരും.
സപ്പോർട്ട് ചെയ്യണം. ഇതിൻ്റെ അകത്ത് 50 സബ് അടിക്കണം. റോഡ് ടു 100 സബ് ഗേൾസ്, അത്രേ ഉള്ളൂ. ഇതാണെന്ന് എല്ലാവരും ഇപ്പം തന്നെ ലൈക്ക് അടിച്ചോളൂ. നമ്മൾ ഇനി ഡെയിലി വീഡിയോ ഇടാൻ ശ്രമിക്കും ഗൈസ്. ഇതിൽ മറ്റേലും എഡിറ്റ് ചെയ്ത് കുറേ നേരം കിടക്കും ഗൈസ്. എഡിറ്റിങ്ങിൽ പ്രൊഫഷണൽ ആയിക്കാൻ ഒരു ദിവസം ഡെയിലി വീഡിയോ ഒക്കെ വരും ഗൈസ്. അളിയ പിറകില് ശിബുദിനം നേർന്നുകൊണ്ട് ഈ കളി ഇവിടെ തീരുന്നു. നിങ്ങൾ വേണമെങ്കിൽ പറയണം കേട്ടാ ഗൈസ്. നമ്മളെ ടീംസായിട്ട് വരും. സ്റ്റാർ പ്രൊട്ടക്ഷനും പോയി. Free Fire India is set in a virtual world. ഗൈസ്, ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ ലോഗോ മാറ്റിയാലോ എന്ന് വിചാരിക്കും. നിങ്ങൾക്ക് എന്താ പറയുന്നത്? വേണ്ടയോ തീരുമാനിക്കാം. ഞാനിവിടെ നിർത്തണ മുമ്പ് ഞാനിവിടെ ലോഗോ കാണിക്കാം. ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ഒരു ലൈക്ക് തരിക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒന്നും തരണ്ട. നിർബന്ധിക്കുന്നുമില്ല. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യണ്ട, സബ് ചെയ്താൽ മതി. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ റെഡ് കളറിൽ നിൽക്കണ്ടേ. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സബും, ഇഷ്ടപ്പെട്ടതിനെ അടിക്കുക. നമ്മൾ പറഞ്ഞ പോലെ നോ എഡിറ്റ് ആയിരിക്കും. ദിപ്പ് എടുക്കുന്ന ദിപ്പം തന്നെ ഇടുകയും ചെയ്യും. ഞാൻ ഇത് കഴിഞ്ഞാൽ ഇടുകയും ചെയ്യും. ഞാൻ ഫ്രീ ഫയർ ഡെയിലി വീഡിയോ ഇടാം. നമ്മുടെ ഫാൻസിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? റൗണ്ട് നമ്മളെടുത്തു. ഈ കളി നമ്മൾ ജയിക്കും ഗൈസ്, അത് 100%. കാരണം ഇങ്ങനെ പോവുള്ളൂ. ഈ കളിയോടുകൂടെ നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യും. ഈ മുമ്പോട്ടാണ് അനങ്ങുന്നില്ല. ചാർജ് പറഞ്ഞു ഗൈസ്. നമ്മൾ മൊബൈൽ പ്ലേ കണ്ടാക്കാൻ മനസ്സിലാവുമല്ലോ. അതൊന്നും ഞമ്മക്ക് വല്ല പ്രശ്നമില്ല. നമ്മൾ പുള്ളി നമ്മുടെ പിള്ളേരപ്പുറത്തെത്തിയെന്നാണ് എൻ്റെ ഒരു അറിവ്. നമ്മുടെ പിള്ളേർ എൻ്റെ അറിവ് തെറ്റിയില്ല. നമ്മുടെ പിള്ളേരൊന്നിനെ കൊള്ളൂല. ജയിക്കുമെന്ന് എനിക്ക് ഒരു 100% കുറഞ്ഞു. അടിച്ചെണ്ണായി കൊടുക്കുന്നു. നമ്മളെ കൂട്ടുകാരായിട്ട് ഇന്നൊരു ഹീറോയ്ക്ക് അടിക്കണ വീഡിയോ ചിലപ്പോൾ കിട്ടും. കിട്ടിക്കഴിഞ്ഞ് നമ്മളൊക്കെ ഇടും. ഓക്കെ, നമ്മളങ്ങനെയാണ്. നമ്മുടെ ഫുൾ സ്കോഡ് ഉണ്ടാവുമെന്ന് നമുക്ക് പറഞ്ഞൂടെ. ഫുൾ സ്കോഡ് ഉണ്ടെങ്കിൽ എന്തായാലും എല്ലാവരും ഒരുമിച്ച് നിൽക്കണം എന്നതിനെ പലതും പല വരിക്കും. മറ്റുള്ള ടീമൊക്കെ ഒരുമിച്ച് പലരും പല വരിക്കും. എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്ന് പറയും. ഞാൻ എനിമി ഒന്ന് അടിക്കുമ്പോൾ ഇങ്ങോട്ട് 4 പേര് 4 എടുത്ത് 3 പേര് 3 എടുത്ത് ഞാൻ നമ്മൾ തീരുമാനം മാറ്റിയിരിക്കണം. തീരുമാനം നമ്മൾ മാറ്റിയില്ല. ചിലപ്പോൾ മാറ്റേണ്ടി വരും. ഇവനെന്തൊരു ഈഗണം പിടിച്ചു. നമുക്ക് ഗാലറിന്ന് കളി കാണാനേ യോഗമുള്ളൂ. കരിവില്ല ഉള്ളി.
നമ്മൾ തീരുമാനം മാറ്റിയ കേട്ടോ, കളി നമ്മൾ ജയിക്കും. പുള്ള് വെടിവെക്ക് പുള്ള് അത്രയുള്ള. മറ്റേ നമ്മളിവിടെ നിന്ന് അലർന്ന് എല്ലാവരും സപ്പോർട്ട്. നമ്മളെ ടീമായിട്ട് കളിക്കുന്ന ഇങ്ങനെയൊന്നല്ലോ. ഞാൻ ഫുള്ള് ഫുള്ള് ഷോക്ക് നമ്മൾ ഷോർക്കും ഇങ്ങനെ. കിട്ടും നമ്മുടെ ഷോഫാണിത്. നമ്മൾ വലിയ പ്രോ പ്ലെയർ ആണെന്ന് എല്ലാവരും അങ്ങ് വിചാരിക്കട്ടെ. 2 കളി അടിച്ചെണ്ണാക്കി കിട്ടിയെങ്കിലും ശിബുദിനം എന്നെ എല്ലാം ഉണ്ടാവാണല്ലോ ഏതിന്. നമ്മളെന്തായാലും അടുത്ത കളി കാണിച്ചെടുക്കുന്നത്. അടുത്ത കളി ഈ കളി നമ്മുടെ എല്ലാവരും എഴുതി കുത്തിച്ച് വെച്ചു. എല്ലാവരും എഴുതി വെച്ചു. ഈ കളി നമ്മുടെ എല്ലാവരും പുസ്തകത്തിൽ എഴുതി വെച്ചു. നാളെ അടുത്ത ആഴ്ച സ്കൂൾ തുറക്കുമ്പോൾ നമുക്ക് പാറ്റാം. എല്ലാവരും പുസ്തകത്തിൽ എഴുതി വെച്ചു. CBDT വാസ് വാര എന്നൊക്കെ പറയണമെന്നില്ല. അങ്ങനെയൊന്നും ഞാൻ പറയത്തില്ല. വാസ് ഹീറോ എന്ന് എഴുതി വെച്ചു. മിസ് വയ്ക്കുമ്പോൾ ഇല്ല യൂട്യൂബറാന്ന് പറഞ്ഞാൽ മതി. എല്ലാവർക്കും റീച്ച് കയറും. എനിക്ക് റീച്ച് കയറും. പുള്ളേ എവിടെ പുള്ളേ? ഒരു കിട്ടി. ആചാര അടക്കിയതാ നല്ലത്. എല്ലാവരും പുസ്തകത്തിൽ എഴുതിയേക്കുന്ന വെട്ടിക്കോ കേട്ടോ. നമ്മൾ ഈ കളി 2 തോക്കും. അങ്ങനെ ഞാൻ ഇതിൻ്റെ തമ്മിൽ ലോസ്റ്റ് ദ ഓൾ മാച്ച് എന്നെങ്കിൽ ഞാനെങ്കിൽ ഇടും. ഒരു തമ്മിലങ്ങ് സെറ്റ് ആവില്ല. തോറ്റീന് മാറ്റുമ്പോ തന്നെ അമ്മരൊക്കെ എൻ്റെ എണ്ണാക്കിയിട്ട് ചീട്ടി തരും. നമുക്കങ്ങനെ ഒരു കളി കിട്ടി. നമ്മളെ ഈ കില്ലെടുത്താൽ നമുക്ക് നോക്കാം. 2 കില്ലെടുത്തിരിക്കുന്നു. പ്രോ പ്ലേയേഴ്സ് എത്തിരി വന്നതിന് ഈ കളിക്കാരനോട് പ്രത്യേകിച്ച് ഞാനൊരാഴ്ച കളിച്ചില്ലായിരുന്നു ഗൈസ്. ഞാൻ ഈ ആഴ്ചയാണ് കളിക്കാൻ തുടങ്ങിയത്. പിന്നെ ടച്ചൊക്കെ വിട്ടുപോയി. എന്ത് പറയാൻ, ഞാൻ നല്ല ട്രെയിനിങ് ഒക്കെ എടുത്തായിരുന്നു നമ്മുടെ കൂട്ടുകാരുടെ. നീ ഇന്നേക്ക് അല്ലെങ്കിൽ അതുവരെ കിട്ടുമ്പോഴ ഇവിടെ നിന്നതിന് എനിക്ക് കിട്ടുമ്പോഴ എവിടെ ആയാലും വട ഉറപ്പ്. വട വിജയം. %100 വട ഉറപ്പ്.
First kill. 100% മാർക്ക്. എവിടെ പുള്ളേ? ഞമ്മള് വന്നപ്പോ പേടിച്ച, പ്രോ വന്നപ്പോ പേടിച്ച. നമ്മള് കണ്ട് Double takedown. ഇതല്ലേ ഇത്? ഇനി ഈ റേക്കിലോട്ട് ഒരു സ്റ്റാറും കൂടി, അതിന് അടുത്ത വീഡിയോ കാണാം. അപ്പോൾ എല്ലാവരും കണ്ടെന്നായിരിക്കും. ടാറ്റ, ബൈ ബൈ, സീ യു. ഡെയിലി വീഡിയോ ഇടാൻ ശ്രമിക്കാം. ഫോട്ടോ കൊടുക്കാൻ പറ്റില്ല കേട്ടോ, അത് ഞാനിപ്പോഴും ഓർത്ത്. നോ എഡിറ്റാണല്ലോ, അപ്പം നോ ഫോട്ടോ. ഓക്കെ.